സിക്സ് സെം ഓൺലൈൻ ട്യൂഷൻ്റെ ക്ലാസ് 14 മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് 1-ൻ്റെ യൂണിറ്റ് 2-ൻ്റെ പാർട്ട് 2. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസിലോട്ടൊന്ന് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ഇന്ന് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. ഒരുപാട് തവണ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 5 മാർക്കിനും 10 മാർക്കിൻ്റെ എസ്സേയിലൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ എസ്സേയാണ് ചോദിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾ ഈ ഓരോ പ്രിൻസിപ്പിൾസും ലിസ്റ്റ് ഡൗൺ ചെയ്ത് ഫസ്റ്റ് എല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അതിന് ശേഷം ഓരോന്നായിട്ട് എടുത്തെഴുതി എക്സ്പ്ലെയിൻ ചെയ്യണം. ചിലപ്പോൾ ഇത് 2 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ചോദിക്കാം. അപ്പോൾ അവിടെ 5 മാർക്കിനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ഇൻട്രൊഡക്ഷൻ കൊടുത്ത് അത് ലിസ്റ്റ് ഡൗൺ ചെയ്ത് മാത്രം എഴുതിയാൽ മതിയാകും. എന്നാൽ കുറച്ചുകൂടി അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ എക്സാം ആൻസർ ചെയ്യണമെങ്കിൽ ഓരോന്നും അത്രയും 10 മാർക്കിൻ്റെ അത്രയും എക്സ്പ്ലനേഷൻ വേണ്ട, എന്നാലും 1-2 സെൻറ്റൻസ് വീതം ഓരോ പ്രിൻസിപ്പിളിനും എക്സാമ്പിൾ സഹിതം അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പ്രിൻസിപ്പിളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾസും നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ലാത്തതും എന്നാൽ എക്സാമിന് ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്നതുമായിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് സൈക്കാട്രിക് നഴ്സ്, ക്വാളിറ്റീസ് ഓഫ് സൈക്കാട്രിക് നഴ്സ്, റോൾ ഓഫ് സൈക്കാട്രി നഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കാട്രിക് നഴ്സിംഗ്. ഓക്കെ, മെന്റൽ ഹെൽത്ത് നഴ്സിംഗിന്റെ പ്രിൻസിപ്പിൾസ് ആണ് ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പലതവണ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളത്. ദ ഫോളോവിംഗ് പ്രിൻസിപ്പിൾസ് ആർ ജനറൽ ഇൻ നാച്ചർ ആൻഡ് ഫോം ഗൈഡ്ലൈൻസ് ഫോർ ഇമോഷണൽ കെയർ ഓഫ് എ പേഷ്യന്റ്. ഓരോ മനുഷ്യനെയും ഓരോ പേഷ്യൻറ്റിനെയും ഇമോഷണലി നമ്മൾ കെയർ കൊടുക്കുക അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് എങ്ങനെയാണ് നൽകേണ്ടത്, സൈക്കാട്രിക് നഴ്സിംഗിൽ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യണം, അതാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാനതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ദ പേഷ്യൻ്റ് ഈസ് അക്സെപ്റ്റഡ് എക്സാക്ട്ലി ആസ് ഹി ഈസ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ അതാണ്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട്, നമുക്കത് നോക്കാം. സെൽഫ് ആൻഡ് ഓഫ് ദ പ്രൊഫഷൻ. നമുക്ക് സ്വയം വളരുകയും വേണം, പ്രൊഫഷനും വളർത്തിയെടുക്കുക എന്നുള്ളൊരു റോളും ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുപോലെ തന്നെ സൈക്കാട്രിക് നഴ്സ് എന്ത് ചെയ്യുന്നു, തെറാപ്പറ്റിക് പ്രിൻസിപ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത് പുതിയ റിസർച്ചുകൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ അവിടെ നടത്തി പുതിയ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ള റിസർച്ചർ എന്നുള്ളൊരു റോളും ഈ ഒരു മെൻ്റൽ ഹെൽത്ത് നഴ്സിന് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇത് ഇത്രയും നിങ്ങൾ കാണാതെ പഠിക്കാനൊന്നുമില്ല. മെയിൻ ഹെഡിങ്ങൾ മാത്രം കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തം വാചകത്തിൽ എഴുതാനൊന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ജനറൽ പ്രിൻസിപ്പിൾസ് പറഞ്ഞു, ഫങ്ഷൻസ് ഓഫ് നഴ്സ് പറഞ്ഞു, ക്വാളിറ്റീസ് ഓഫ് നഴ്സ് പറഞ്ഞു, പിന്നെ തെറാപ്യൂട്ടിക് റോൾസ് ഓഫ് ദ സൈക്കാട്രിക് നഴ്സ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഒരു 2 പ്രാവശ്യം ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതിയാകും, നിങ്ങൾക്ക് അത് ക്ലിയർ ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്ന്